കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ പേർക്ക് നോട്ടീസ് അയക്കുകയാണ് SIT. റിബേഷ് രാമകൃഷ്ണൻ, മനേഷ്, അതുൽ എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. കൂടുതൽ വിവരങ്ങൾ തേടി SIT മെറ്റയ്ക്ക് വീണ്ടും കത്തയക്കും. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ഇവർക്ക് ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണോ നൽകുന്നത്? കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടത്തിൽ ഷെയർ ചെയ്ത ആൾക്കാരിലേക്ക് വീണ്ടും ഒന്നുകൂടി പോലീസ് SIT അന്വേഷണം പോവുകയാണ്. നമുക്കറിയാം, റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന DFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആദ്യമായി പോസ്റ്റ് ചെയ്തത് 2024 ഏപ്രിൽ 25-ാം തീയതി ഉച്ചയ്ക്ക് 2:31 അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അമൽറാം എന്ന ആൾ പോസ്റ്റ് ചെയ്ത് 2:34 3 മിനിറ്റ് ശേഷം പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നീട് ഇത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന FB പേജിലേക്ക് അത് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് വ്യാപകമായ ഷെയറിങ്ങിലേക്ക് പോകുന്നത്. അതിനുശേഷം നമ്മൾ അതുവരെ എത്തിയിട്ട് ഘട്ടത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ജിതിൻ ഭാസ്കർ എന്ന് പറയുന്നതിലേക്ക് അമൽറാമിന് കിട്ടിയ ജിതിൻ ഭാസ്കർ എന്ന ഘട്ടത്തിലേക്ക് പോലീസ് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും റിബേഷ് രാമകൃഷ്ണനും അതോടൊപ്പം തന്നെ അമൽറാമും പിന്നെ മറ്റൊരു ആൾ അതുൽ എന്ന് പറയുന്ന ആളെ കൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ട് ഒരു പക്ഷേ നാളെയോ മറ്റന്നാളെയോ ഈ 3 പേരുടെയും ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാവും. അതായത് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം ഇതിൽ ആദ്യഘട്ടത്തിൽ ഷെയർ ചെയ്ത ആൾക്കാരിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതിൻ്റെ ഉറവിടം ആരാണത് ക്രിയേറ്റ് ചെയ്തത് എന്നതിലേക്ക് എത്തണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നും പരമാവധി വിവരങ്ങൾ തേടിക്കൊണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറവിടത്തിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ റിബേഷിൻ്റെ ഉൾപ്പെടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് മെറ്റയിൽ നിന്നും ഫോണിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് വാട്സപ്പിൻ്റെയൊക്കെ വിവരങ്ങൾ തേടിയിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ SIT മെറ്റയ്ക്ക് വീണ്ടും ഒരു കത്തയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണമെങ്കിൽ ശരിക്കും മെറ്റയുടെ സഹായം കൂടി ആവശ്യമുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെ മെറ്റയുടെ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ ഫോറൻസിക്കിൻ്റെ ആ പരിശോധന ഫലം വീണ്ടും വരേണ്ടതുണ്ട്. അതേസമയം തന്നെ ഇവരെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് കൃത്യമായി കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തെങ്കിലും റിബേഷ് രാമകൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. എന്നാൽ അതിൻ്റെ അടുത്തൊരാളെ കൂടി കിട്ടിയ സാഹചര്യത്തിൽ വീണ്ടും ജിതിൻ ഭാസ്കറിനെ കൂടി ലഭിച്ച സാഹചര്യത്തിൽ വീണ്ടും റിബേഷിനെ കൂടി ചോദ്യം ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താനും ഒരു ഉറവിടത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും വടകര തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് എത്താനുള്ള കൃത്യമായ ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും ഒരു ഏറെക്കുറെ അവസാനിപ്പിച്ചു വെച്ച ഒരു കേസിൽ പ്രത്യേക അന്വേഷണ സംഘം വളരെ വേഗം നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.